നമസ്കാരം. ഇന്നത്തെ വീഡിയോയ്ക്ക് ഞാൻ പേരിട്ടിരിക്കുന്നത് രാഷ്ട്രീയത്തിലെ അവിഹിത രാജാക്കന്മാർ എന്നാണ്. ഇപ്പൊ രാഷ്ട്രീയക്കാർക്ക് അവിഹിതമില്ലാതെ ഉറക്കം വരത്തില്ല എന്നുള്ള അവസ്ഥയാണ്. ഒരു രാഷ്ട്രീയക്കാരനാണോ ഇപ്പൊ പേരിൻ്റെ അറ്റത്ത് ഒരു അവിഹിത കഥ കൂടി ഉണ്ടാകും. ചിലതൊക്കെ കെട്ടിച്ചമച്ചതാണ്, പക്ഷേ ചിലതൊക്കെ സ്വന്തം കോഴിത്തരങ്ങൾ കൊണ്ട് ഉണ്ടായ കഥകളായിരിക്കും. മിക്ക രാഷ്ട്രീയക്കാർക്കും ഇപ്പോൾ ഉണ്ട്. കേരളത്തിന്റെ സ്ഥിതി നിങ്ങളിപ്പോൾ കാണുന്നതാണല്ലോ. ഇപ്പം ലൈവായിട്ട് ഒരു രാഷ്ട്രീയക്കാരൻ്റെ അവിഹിത കഥയെ പറ്റിയിട്ടുള്ള വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ആദ്യം ഈ ഒരു വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് വിജയ് എന്ന തമിഴ് സിനിമാ താരത്തിൻ്റെയും രാഷ്ട്രീയ പ്രവർത്തകനായിട്ടുള്ള വ്യക്തിയുടെ അവിഹിത കഥയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഇത്രയും വർഷം ഒരുമിച്ച് ജീവിച്ച അദ്ദേഹത്തിൻ്റെ 2 കുട്ടികളുടെ അമ്മയായ സ്ത്രീ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിനെതിരെ വലിയൊരു ആരോപണമാണ് ഉന്നയിച്ചത്. അദ്ദേഹത്തിന് ഒരു പ്രമുഖ സിനിമാ നടിയുമായിട്ട് അവിഹിത ബന്ധമാണ്, അതുകൊണ്ട് കൂടെ ജീവിക്കാൻ പറ്റത്തില്ല, ഡിവോഴ്സുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം ഇപ്പം അടുത്ത ഇലക്ഷന് മത്സരിച്ച് മന്ത്രി വരെ ആകും എന്നുള്ള വാഗ്ദാനമൊക്കെ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ജനങ്ങളുടെ എല്ലാ പ്രശ്നവും തീർക്കും, തമിഴ്നാട്ടിലുള്ള ജനങ്ങൾക്കെല്ലാം വലിയ വലിയ എന്തൊക്കെയോ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നേക്കുന്നത്. അദ്ദേഹത്തിനെതിരെ ഇത്തരമൊരു വാർത്ത. അപ്പോൾ പലരും ഇതിനെയൊക്കെ ന്യായീകരിക്കുന്നുണ്ട്. ഈ ന്യായീകരിക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ആണുങ്ങൾ അവിഹിതത്തിൽ ഏർപ്പെടുമ്പോൾ മാത്രം അതിനെ അങ്ങ് ന്യായീകരിക്കുകയാണ്. അതെന്തോ വലിയ പ്രണയമാണ്, അതിനെ അങ്ങ് ഒരു രോമാഞ്ചത്തോടു കൂടിയിട്ടാണ് പലരും കാണുന്നത്. അതേ രോമാഞ്ചത്തോടു കൂടിയിട്ട് വിജയുടെ പ്രണയകഥയും കാണുന്ന ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഇത് അവിഹിതമാണ്, പ്രണയമല്ല. നോട്ട് ദ പോയിന്റ്. ഇത്രയും വർഷം ഒരുമിച്ച് ജീവിച്ച സ്വന്തം ഭാര്യയെയും മക്കളെയും ഒക്കെ വഞ്ചിച്ച് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ജനങ്ങൾക്ക് വാഗ്ദാനങ്ങൾ അങ്ങ് നൽകിയേക്കാണ്. അദ്ദേഹം എങ്ങനെ വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നാണ്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴൊക്കെ വിജയ് വായടച്ച് വെച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു? വാ തുറന്ന് സംസാരിച്ചു. ആ വാ തുറന്ന് സംസാരിച്ചതും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം. തമിഴക വെട്രികഴകം ടി.വി.കെ അധ്യക്ഷനും തമിഴ് സിനിമാ രംഗത്തെ പ്രമുഖ നടനുമായ വിജയ് ഭാര്യ സംഗീത ഫയൽ ചെയ്ത വിവാഹമോചന ഹർജി, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വിജയ് വലിയ പ്രതിസന്ധിയിലാണ് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഏതാണ്ട് 250ഓളം കോടി രൂപ നൽകി ഈ ഹർജി പുറത്ത് തീർപ്പാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾക്കിടയിൽ ആദ്യമായി ഈ വിഷയത്തിൽ പരസ്യമായി പ്രതികരിച്ചിരിക്കുകയാണ് വിജയ്. തന്റെ സ്വകാര്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ താൻ നേരിടുമെന്നും ജനങ്ങൾ അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ലെന്നും അദ്ദേഹം അനുയായികളോട് പറയുകയാണ്. ടി.വി.കെയുടെ വനിതാ ദിനാഘോഷത്തിൽ സംസാരിക്കവെയാണ് തമിഴ് സിനിമാ ലോകത്തെയും രാഷ്ട്രീയ വൃത്തങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ച ഈ വിഷയത്തിൽ വിജയുടെ നിലപാട് പുറത്തു വന്നത്. വിജയുടെ വാക്കുകളിലേക്ക് വളരെ പെട്ടെന്ന്. இருக்கிற நிறைய பிரச்சனைகள்ல சில பிரச்சனைகள்லாம் ஓடிட்டு இருக்கு இல்லையா, அதெல்லாம் நீங்க அதுக்கு போராடி ஹர்ட் ஆகிறதெல்லாம் நான் பார்க்குறேன். அதை பார்த்து எனக்கு ஹர்ட் ஆகுது. அதெல்லாம் நான் பார்த்துக்கிறேன். நாமளும் நீங்களும் சேர்ந்து மக்களுடைய பிரச்சனைகளை மட்டும் பார்ப்போம், சரிங்களா? ജനങ്ങളോട് പറഞ്ഞേക്കാണ്, നിങ്ങൾ ഒരു രീതിയിലും പേടിക്കേണ്ട ആവശ്യമില്ല, അതെൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. ഈ വ്യക്തിപരമായ കാര്യമാണ്. ഒരു പബ്ലിക് ഫിഗറിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷേ സ്വന്തം വ്യക്തി ജീവിതത്തിൽ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ്. അത് വ്യക്തിപരമായി ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യമല്ല. ഇതൊരു അവിഹിത കഥയാണ്, അല്ലാതെ നല്ല കാര്യമൊന്നും അല്ലല്ലോ ഈ വെളിയിലേക്ക് വന്നേക്കുന്നത്. അവിഹിത കഥയെ പറ്റിയിട്ടാണ് വെളിയിലേക്ക് വന്നത്. എന്നിട്ട് അദ്ദേഹം ഉറപ്പ് കൊടുക്കുവാണ് ജനങ്ങൾക്ക്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്കാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയിരിക്കും. അതായത് ഇത്രയും വർഷം കൂടെ ജീവിച്ച സ്വന്തം ഭാര്യയെയും മക്കളെയും ഒക്കെ എന്ത് ചെയ്താണ്? വഞ്ചിച്ചു. അപ്പം സ്വന്തം ഭാര്യയോട് കാണിക്കാത്ത ആത്മാർത്ഥത ജനങ്ങളോട് കാണിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുന്നത്? ജനങ്ങളോട് കാണിക്കുമോ? സ്വന്തം ഭാര്യയോട് ആത്മാർത്ഥതയില്ല. ഇത്രയും നാളും കൂടെ ജീവിച്ച ഭാര്യയാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു വിവാഹ ജീവിതം തുടർന്ന് പോകുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, ആ വിവാഹ ജീവിതം തുടർന്ന് പോകാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിവോഴ്സ് ഒക്കെ ആകാം, അതൊന്നും തെറ്റില്ല. ഡിവോഴ്സിന് ശേഷം മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുന്നതോ മറ്റൊരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നതോ, ഇനിയിപ്പോൾ ഒരാളെ ഡിവോഴ്സ് ചെയ്ത് 10 കല്യാണം കഴിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. കാരണം അറ്റ് എ ടൈം ഒരു വ്യക്തിയല്ലേ ഉള്ളൂ കൂടെ. ഇത് ഒന്ന് വീട്ടിലും ഉണ്ട്, മറ്റൊരാളുമായിട്ട് അവിഹിതം നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു സ്ത്രീയെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ആ സ്ത്രീയെ വഞ്ചിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ജനങ്ങളോട് ആത്മാർത്ഥത കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് എന്നുള്ളതിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവിഹിതം വ്യക്തിപരമായ കാര്യമാണ് എന്ന് പറഞ്ഞ് ഒളിപ്പിച്ചു വെക്കാൻ പറ്റത്തില്ല. അവിഹിതം തെറ്റ് തന്നെയാണ്. ഇനി കേരളത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അറ്റ് പ്രസന്റ് നടന്നുകൊണ്ടിരിക്കുന്ന കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. പല രാഷ്ട്രീയക്കാരെ പറ്റിയിട്ടുള്ള അവിഹിത കഥകളൊക്കെ ഇതിനോടകം തന്നെ പുറത്ത് വന്നു കഴിഞ്ഞു. യുവജന നേതാക്കളെ പറ്റിയിട്ടുള്ള അവിഹിത കഥയൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞു. ഇപ്പം കറൻ്റ്ലി മന്ത്രിയായിരിക്കുന്ന ഒരു വ്യക്തിയെ പറ്റിയിട്ടുള്ള അവിഹിത കഥ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു.
KB ഗണേഷ് കുമാർ. അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ രംഗത്ത് വന്ന് പരാതി നൽകിയേക്കാണ്. അദ്ദേഹത്തിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ബെഡ്റൂമിൽ വെച്ച് കണ്ടു അത്രേ. അതിന്റെ ഫോട്ടോസൊക്കെ ഉണ്ട്. ആ ഫോട്ടോസൊക്കെ വേണമെങ്കിൽ പുറത്തു വിടാം എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദങ്ങളൊക്കെ ആക്കിയിരുന്നു. പക്ഷേ ഇപ്പം എലക്ഷൻ വരുവാണ്, രാജിവെക്കേണ്ട സിറ്റുവേഷൻ വരെ വന്നു. ഇപ്പം രാജിവെച്ച് പോയി കഴിഞ്ഞാൽ അത് വലിയൊരു നാണക്കേടാണ്. അടുത്ത പ്രാവശ്യം എലക്ഷൻ്റെ റിസൾട്ടിനെ തന്നെ അത് ബാധിക്കുമെന്ന് നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ട് തന്നെ ഭാര്യയെ വിളിച്ച് മാപ്പ് പറഞ്ഞത് ഒതുക്കി തീർത്തു. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മാപ്പ് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആരുടെയും മുമ്പിൽ മാപ്പ് പറയേണ്ട ആവശ്യമില്ല. ഫോട്ടോ ഉണ്ടെങ്കിൽ പുറത്ത് വിടാൻ പറയണം. അതാണ് തെറ്റ് ചെയ്യാത്തവരുടെ ഗുണം. അങ്ങനെയാണല്ലോ. അതിപ്പോൾ രാഷ്ട്രീയക്കാരായിക്കോട്ടെ ഏത് വ്യക്തി ആയിക്കോട്ടെ, തെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഫോട്ടോസ് പുറത്ത് വിടുക, തെളിവുകളുണ്ടെന്നല്ലേ പറഞ്ഞ് തെളിവുകൾ പുറത്തു വിടാൻ പറയും. അതിന് പകരം ഭാര്യയെ വിളിച്ച് മാപ്പ് പറഞ്ഞ് ഒത്തുതീർപ്പാക്കി എന്നിട്ട് ഇപ്പം ഞെളിഞ്ഞ് മാധ്യമങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട്, ഞാൻ രാജിവെക്കില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ടൊരു വലിയ ന്യായീകരണവും കൂടി അടിച്ചിട്ടുണ്ട്. ആ ന്യായീകരണവും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഞാൻ എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ എന്നോട് ചോദിച്ചാൽ പ്രണയങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പിന്നെ പറഞ്ഞു ഭൂരിപക്ഷം കൂടും. ഇതെനിക്ക് ഭൂരിപക്ഷം കൂട്ടലുണ്ടാക്കി തരും. ഇതെനിക്ക് ഭൂരിപക്ഷം കൂട്ടലുണ്ടാക്കി തരും. കാരണം വെച്ചാൽ ഇവനെ ഇനിയും തുടങ്ങിയോ, പഴയതുപോലെ ഇലക്ഷൻ എടുത്തപ്പോൾ ഇവനെതിരെ ഇനിയും തുടങ്ങിയോ എന്നുള്ള ചിന്ത ജനങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇതെനിക്ക് ഈ നിൽക്കുന്ന സഹോദരിമാർ എനിക്ക് കൂടുതൽ വോട്ട് ചെയ്യും. ഞാൻ ഉറപ്പിച്ചു പറയാം. അവർ പറയട്ടെ, അവർ ചോദിച്ചു നോക്ക്, അവരെനിക്ക് വോട്ട് ചെയ്യും. പാവങ്ങളാണ്, ഞാൻ ജയിക്കും, വൻ ഭൂരിപക്ഷം ജയിക്കും. ഈ സഹോദരിമാരോട് ഉള്ളിടത്ത് അങ്ങനെ എന്നെ തോപ്പിക്കാൻ നോക്കില്ല. അത് കൈവച്ചിരുന്നാൽ മതി. അതിനെ അവരെ വെറുപ്പിക്കാമെന്ന് പറഞ്ഞാൽ ഇത്തരം കഥ ഇറക്കുന്നെങ്കിൽ കൈവച്ചിരുന്നാൽ മതി. എനിക്കതിലൊന്നും ഒരു ഭയമില്ല. പിന്നെ വ്യക്തിപരമായ കാര്യം, വീട്ടിനകത്തുള്ള കാര്യം മാധ്യമങ്ങളോട് പറയേണ്ടതില്ല എന്ന് ഞാൻ കരുതി. പക്ഷേ നിങ്ങളുടെ എനിക്ക് ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല, കേരളത്തിലെ ജനതയോട് ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല. പ്രണയം ഒരു കുറ്റമല്ല. നിങ്ങളിൽ എല്ലാവർക്കും പ്രണയമുണ്ട്, എന്നെ കേൾക്കുന്നവർക്കുണ്ട്. ചിലർ ഒളിച്ചു വയ്ക്കുന്നു, പരസ്യമായി പറയുന്നു. അത് സോഷ്യൽ മീഡിയയിൽ ഓരോ, ഞാൻ മമ്മൂട്ടിയെ വിട്ടോ, മോഹൻലാലിനെ വിട്ടോ, മഹാത്മാഗാന്ധിയെ വിടുന്നില്ല, പിന്നെ അതോ പാവപ്പെട്ട എന്നെ മഹാത്മാഗാന്ധി. ന്യായീകരണം കണ്ടോ? പ്രണയവുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ഈ പ്രണയം എന്ന് പറയുന്നത് വളരെ മഹത്തായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എല്ലാ മനുഷ്യരുടെ ഉള്ളിലും പ്രണയമുണ്ട്. അതിപ്പോൾ മനുഷ്യനോട് മാത്രമല്ല, പലതിനോടും നമുക്ക് പ്രണയം തോന്നും. അപ്പോൾ പ്രണയിക്കുന്നതിലൊന്നും തെറ്റില്ല. പക്ഷേ ഇതിനെ നമ്മൾ പ്രണയമെന്നല്ല വിളിക്കുന്നത്, ഇതിനെ നമ്മൾ അവിഹിതമെന്നാണ് വിളിക്കുന്നത്. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവിഹിതമാണ്. ഒരു ഭാര്യ ഇരിക്കെ, ഒരു വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പിലായിരിക്കെ മറ്റൊരു വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയുമായിട്ടോ പുരുഷനായിട്ടോ ഒരു വ്യക്തി റിലേഷൻഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അയാളുമായിട്ട് ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ അത് അവിഹിതം തന്നെയാണ്. അതിനെ നമുക്ക് പ്രണയമെന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. മറ്റൊരാൾ ചെയ്യുമ്പോൾ അത് അവിഹിതം, സ്വന്തം കാര്യം വരുമ്പോഴേക്കും അതെന്താകും? പ്രണയമാകും. അതെന്താണെന്നുള്ളത് ആ ഒരു തിയറി അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. സ്വന്തം കാര്യത്തിൽ അങ്ങ് ന്യായീകരണമാണ്. ഇതിനു മുമ്പ് പല രാഷ്ട്രീയ പ്രവർത്തകരെ പറ്റിയിട്ടുള്ള അവിഹിത കഥ വന്നപ്പോൾ ഇദ്ദേഹം വാതോരാതെ അവരെ വിമർശിക്കുന്നത് കേട്ടു. അപ്പോൾ സ്വന്തം ജീവിതത്തിൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ വിമർശിക്കാനുള്ള അവകാശമുള്ളൂ. ഇദ്ദേഹം ഈ നടത്തിയ ന്യായീകരണം അങ്ങോട്ട് ഡൈജസ്റ്റ് ആകുന്നില്ല. പിന്നെ ആദ്യം പറഞ്ഞതുപോലെ വ്യക്തിപരമായ കാര്യമാണത്രേ, വ്യക്തി ജീവിതമാണത്രേ. അവിഹിതം എന്ന് പറയുന്നത് ഒരു തെറ്റായ കാര്യമാണ്. അപ്പോൾ വ്യക്തി ജീവിതത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതെന്താണ്? പൊതുജന മധ്യത്തിൽ വരും. കാരണം ഇവർ പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്നാണ് പറയുന്നത്. രാഷ്ട്രീയക്കാർ, പൊതുപ്രവർത്തകർ. അപ്പോൾ പൊതുപ്രവർത്തകരുടെ വ്യക്തി ജീവിതത്തിൽ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ, അവർ തെറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് പൊതുജന മധ്യത്തിൽ ചർച്ചയാക്കപ്പെടുക തന്നെ ചെയ്യും.